മല്ലു ക്ലാഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വരുന്ന ഞായറാഴ്ച ചെന്നൈയിൻ എഫ്സിക്കെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്നത്. ചെന്നൈയിൻ എഫ്സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മുന്നിൽ വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം തുടരെയുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ പരാജയം കൊണ്ടുതന്നെ മിക്കാഹൽ സ്റ്റെയറയെ പുറത്താക്കാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. ഇനി നടക്കുന്ന 2 മത്സരങ്ങൾ മിക്കാഹൽ സ്റ്റെയറയ്ക്ക് അതിനിർണായകം തന്നെയാണ്. ആയതുകൊണ്ട് തന്നെ ഞായറാഴ്ച നടക്കുന്ന മത്സരത്തിൽ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളെല്ലാം വരുത്തിക്കൊണ്ട് ശക്തമായ 11 തന്നെ മിക്കാഹൽ സ്റ്റെയറ ഇറക്കുമെന്നതിൽ യാതൊരുവിധ സംശയമില്ല. ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ്സിക്കെതിരെ ഇറക്കാനുള്ള സാധ്യത ലൈനപ്പും ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ എഫ്സിയുമായിട്ടുള്ള കണക്കുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഈ ഒരു സീസണിൽ പോയിന്റ് ടേബിളിൽ നിലവിലിപ്പോൾ ചെന്നൈയിൻ എഫ്സി 4ാം സ്ഥാനത്താണ് നിലകൊള്ളുന്നത്. ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ 10ാം സ്ഥാനത്തും നിലകൊള്ളുന്നു. ഏതായാലും ഇനി ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ എഫ്സിയുമായിട്ടുള്ള കണക്കിലേക്ക് കടക്കുകയാണെങ്കിൽ 22 മത്സരങ്ങളിലാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടിയിട്ടുള്ളത്. ഈ 22 മത്സരങ്ങളിൽ നിന്ന് 7 മത്സരങ്ങൾ ചെന്നൈയിൻ എഫ്സി വിജയിച്ചപ്പോൾ 6 മത്സരങ്ങൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. 9 മത്സരങ്ങൾ സമനിലയിലും അവസാനിച്ചിട്ടുണ്ട്. ഈ 22 മത്സരങ്ങളിൽ നിന്ന് 29 ഗോളുകൾ ചെന്നൈയിൻ എഫ്സി ബ്ലാസ്റ്റേഴ്സിന്റെ വലയിലേക്ക് അടിച്ചുകൂട്ടിയിട്ടുണ്ട്. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ 31 ഗോളുകൾ ചെന്നൈയിൻ എഫ്സിയുടെ വലയിലേക്ക് അടിച്ചുകൂട്ടിയിട്ടുണ്ട്. അങ്ങനെ കണക്കിന്റെ കാര്യങ്ങളിലൊന്നും വളരെ വലിയ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല. എങ്കിൽ പോലും ഈ ഒരു സീസണിന്റെ ഫോം എടുത്ത് നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് വളരെ ദയനീയ പെർഫോമൻസുമായിട്ടാണ് സീസൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെന്നൈയിൻ എഫ്സി ആണെങ്കിൽ പോയിന്റ് ടേബിളിൽ 4ാം സ്ഥാനത്ത് മികച്ച ഫോമിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആയതുകൊണ്ട് തന്നെ ഞായറാഴ്ച ചെന്നൈയിൻ എഫ്സിയെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മുന്നിൽ പരാജയപ്പെടുത്താനാകുമോ എന്നത് ചോദ്യചിഹ്നം തന്നെയാണ്. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിന് ഇറക്കുന്ന പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ മിക്കാഹൽ സ്റ്റെയറ സ്ഥിരം ഇറക്കുന്ന ഫോർമേഷനിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. പരിക്കുമാറി ട്രെയിനിങ് പുനരാരംഭിച്ചിട്ടുള്ള സച്ചിൻ സുരേഷ് തന്നെ ആദ്യ ലെവലിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വലയ്ക്ക് മുന്നിലുണ്ടാകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി ഡിഫൻസിലേക്ക് കടക്കുകയാണെങ്കിൽ 2 സെന്റർ ബാക്ക് പൊസിഷനിൽ മിലോസും അതുപോലെ തന്നെ പ്രീതം കോട്ടാളിയും ഇറങ്ങാനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു വരുന്നത്. റൈറ്റ് ബാക്കിൽ നമുക്ക് സന്ദീപ് സിംഗിനെ പ്രതീക്ഷിക്കാം. ലെഫ്റ്റ് ബാക്കിൽ നവോച്ച സിംഗും ഉണ്ടാകും. ഇനി മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ വിപിൻ മോഹനനും അതുപോലെ തന്നെ ഡാനിഷ് ഫറൂഖും ആദ്യ ലെവലിലേക്ക് മടങ്ങി വരാനാണ് സാധ്യതകൾ കാണുന്നത്. അതോടൊപ്പം തന്നെ ഇവർക്കൊപ്പം ഒരു അറ്റാക്കർ റോളിൽ നമുക്ക് അഡ്രിയാൻ ലൂണയെയും പ്രതീക്ഷിക്കാം. മുന്നേറ്റ നിരയിൽ ഗോൾ അടിക്കാനായിക്കൊണ്ട് ജീസസും അതുപോലെ തന്നെ 2 വിങ്ങർമാരായിക്കൊണ്ട് നോഹ സദോരിയും മലയാളി താരമായ KP രാഹുലും ഇറങ്ങാനാണ് സാധ്യതകൾ തെളിഞ്ഞു വരുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു ലൈനപ്പുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് രൂപത്തിൽ അറിയിക്കുക. ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ എഫ്സിയുമായിട്ടുള്ള മത്സരത്തിലെ സ്കോറൊക്കെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിലും കമന്റ് ബോക്സിൽ അറിയിക്കണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.